നാഥൻ നയിക്കുന്ന ഗാനപ്രപഞ്ചം, സംഗീതത്തിന്റെ കുളിരലകൾ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന സംഗീത സഹായൻ. എംബാവാറിന്റെ അകത്തളങ്ങളിലേക്ക് വരൂ വരൂ, മനസ്സിന്റെ തീരങ്ങളിലേക്ക് ഇതാ ഗാനവീചികൾ ഒഴുകിയെത്തുന്നു. അതോ ശരി, പേടിയാവുന്നു. ആള് കൂടൂ. മുതലാളിക്ക് എന്താ ഇത്ര സംശയം? കരിക്കടോ, ദേഹത്തെ നിർവീഴ്ചയൊക്കെ ഒന്ന് മാറട്ടെ. ഒടുവിനും ചതിനൊക്കെ നല്ലതാ. കരിക്കടോ, ഇന്ന് ഏത് പാവത്തിനാണോ കിട്ടിയിരിക്കുന്നത്? ഇയാളൊരു നാറിയാണല്ലോ. തനിക്കെന്താ? ആരുടെ ആയാലും കാശ് കിട്ടിയാ പോരെ? മതി മതി, ചുമ്മാ അല്ല അറബിയുടെ കാല് വെക്കേണ്ടി വന്നത്. അപ്പോഴേ സാറേ, ഒരു പുതിയ ബ്രാൻഡി ഇറങ്ങിയിട്ടുണ്ട്. എ ന്യൂ ബ്രാൻഡ്. ഏതാ? ഓസി ബ്രാൻഡി. സാഹിബേ, എന്ത്? ഇങ്ങു വാടൂ. എന്തിനാ ചുമ്മാ കളിക്കല്ലേ? ഇങ്ങു വന്നോ ചോദിക്കട്ടെ. എനിക്കിട്ട് തന്നെ വേണോ? നിന്റെ 10ാം വരെ ഊരെടുക്കും. ഈ സാറേ, ഞാൻ സത്യമാ പറഞ്ഞത്. TC, MC, OC അങ്ങനെ പല ബ്രാൻഡ് ഉണ്ട്. വാട്ട് ഈസ് ദിസ്? സാർ, ആഹാ, ഇത്രയായുള്ളൂ. അതിപ്പോ എത്രയിലെന്താ? അല്ലേ വേണ്ട, താൻ കൂടെ. ഞാൻ കൊടുത്തുള്ള പരാതി വേണ്ട. എന്താണ്? ഒന്നുമില്ല സാർ. എന്നാ കൂടെ. ഉള്ളം തുള്ളി തുള്ളി പോകുന്ന അല്ലിമല കാവിലെ പൂഞ്ചോല പോലിന്നു ഞാൻ മോദമീവരിയിൽ പ്രിയ രാഗങ്ങളോ പാടുവാനാടി വന്നു. ഉള്ളം തുള്ളി തുള്ളി പോകുന്ന അല്ലിമല കാവിലെ പൂഞ്ചോല പോലിന്നു ഞാൻ മോദമീവരിയിൽ പ്രിയ രാഗങ്ങളോ പാടുവാനാടി വന്നു. ഉള്ളിലുറങ്ങും സ്വപ്നങ്ങളെ കിള്ളി ഉണർത്തും നിങ്ങൾക്കിതാ. ഉള്ളിലുറങ്ങും സ്വപ്നങ്ങളെ കിള്ളി ഉണർത്തും നിങ്ങൾക്കിതാ. കഴിഞ്ഞ കഥകൾ മറക്കുവാനായി പുതിയ ജീവിതം രചിക്കുവാൻ ഇനി എന്നും വന്നിടാ. സുഖം തേടി പോരുവാൻ നിങ്ങൾ തൻ മുന്നിൽ ഇന്ന് ആടി വന്നിടാം. നിങ്ങൾ തൻ മുന്നിൽ ഇന്ന് ഗാനം മൂളിടാം. ഉള്ളം തുള്ളി തുള്ളി പോകുന്ന അല്ലിമല കാവിലെ പൂഞ്ചോല പോലിന്നു ഞാൻ മോദമീവരിയിൽ പ്രിയ രാഗങ്ങളും പാടുവാനാടി വന്നു. മുത്തു ചിലങ്ക അണിഞ്ഞൊരു മുത്തുക്കുടയും പിടിച്ചിതാ. മുത്തു ചിലങ്ക അണിഞ്ഞൊരു മുത്തുക്കുടയും പിടിച്ചിതാ. വിരുന്നു വരുന്ന മോഹങ്ങൾക്കായി മധുരലഹരി പകർന്നിടാൻ ഇനി ശോകം മാറ്റുവാൻ രസഭാവം തീർക്കുവാൻ
നിങ്ങൾക്കായി എന്നുമെന്നും നൃത്തമാടിടാം, നിങ്ങൾക്കായി ഇന്നുമെന്നും പാട്ടുപാടിടാം. ഉള്ളം തുള്ളി തുള്ളി പോകുന്ന അല്ലിമല കാവിലെ പൂഞ്ചോല പോലിന്നു ഞാൻ മോദമീവേദിയിൽ പ്രിയരാഗങ്ങളും പാടുവാൻ ആടി വന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എന്റെ മോനെ നിന്നെ തന്തയുടെ കൈക്കൂലി മേടിച്ചത് പോലീസ് മേടിക്കലടാ. എന്താ പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ സാറേ കാര്യം? എന്തിനാ വഴക്കൂടുന്നു? ഈ തെണ്ടി പോലെ പോലീസുകാരെ കൈക്കൂലിക്കാരാണെന്ന്. അങ്ങനെ പറയാവോ? അത് വലിയ തെറ്റല്ലേ? ആന വയ്ക്കുന്നല്ലേ പറയേണ്ടത്? എലിഫന്റ് കിഡ്സ് പറയൂടെ നീ? ഞാൻ പറയും, ഇനിയും പറയും, ആഹാ എവിടെയും പറയും. തന്റെ യൂണിഫോം ഞാൻ ഊരിക്കും. താൻ പോലീസ് ആണെങ്കിൽ ഞാൻ ആലോചിക്കാം. മോനെ, നിന്നെ ഞാൻ- Police station. We must keep our positions in our മക്കളെ I thought that matter was a fight. Oh, my leg is gone. Oh, what is this? What is this? അവൾ ഉറങ്ങിയോ? എന്നാണല്ലേ മോങ്ങിന്? തലപ്പൊക്കം. ഇപ്പൊ ഷൂസ് ഇടണ്ട, ഷൂസ് ഇടണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഉറങ്ങാൻ പോവാ. അമ്മേ, രാവിലെ തന്നെ ഉറങ്ങിയല്ലോ. മതി മതിയെന്ന് പറഞ്ഞില്ലേ? മോനെ, ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നീ അല്ലാതെ മറ്റാരുമില്ല. അതിനിപ്പോ എന്ത് പറ്റി? എനിക്കറിഞ്ഞുകൂടാ. നിന്റെ ഈ പോക്ക് കണ്ടിട്ട് വല്ലാതെ പേടി തോന്നുന്നു. തുടങ്ങി നാശം. ഇത് കഴിച്ചേച്ചു പോടാ. അവൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയോ? ഉവ്വ്. കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞാ നീ കേൾക്കത്തില്ല. എന്നാലും ഇങ്ങനെ മതി മതി ഗീതോപദേശം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഹലോ, നമസ്കാരം സാർ. അയ്യോ, ഇന്ന് ഹോളിഡേ ആണല്ലോ സാർ. കുറെ പെൻഡിങ് വർക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ ഒരു ലിക്വർ ഷോപ്പും തുറന്നിട്ടില്ല. ശ്രീനു സഹായിച്ചേ പറ്റൂ. 2 കുപ്പി MC വിസ്കി. ഇന്നൊരു പാർട്ടി ഉണ്ട്. ഇന്ന് അവധിയാണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. അല്ലെങ്കിൽ ഇന്നലെ തന്നെ. അയ്യോ, ഇവിടെ ആരും ഇല്ലല്ലോ സാർ. അതൊന്നും പറയാൻ പറ്റില്ല. സാധനം വീട്ടിലെത്തിക്കണം. ഞാനൊന്ന് നോക്കട്ടെ സാർ. സർക്കിൾ ഇൻസ്പെക്ടർ ചിദംബരം സാറിന്റെ വീടേതാ? ആ കാണുന്നതാ.
സാറ് പറഞ്ഞിട്ടാ. നാശം. ഒരാൾ കുടിച്ച് നശിക്കുന്നത് കാണാൻ വല്ലാത്ത ആഗ്രഹം തന്നെ. ഞാനാരുടെയും ബാല്യക്കാരനൊന്നുമല്ല ആട്ടും തുപ്പും കൊള്ളാൻ. ഒരാൾക്കൊരു സഹായം ചെയ്യുന്നതിനുള്ള ശിക്ഷയാണോ ഇത്? കുഞ്ഞ് ഏതാ മനസ്സിലായില്ല. മനസ്സിലാവണ്ട. ഇവിടുത്തെ വലിയമ്മ വരുമ്പോ പറഞ്ഞേക്ക് അങ്ങേര് പറഞ്ഞിട്ട് സാധനം കൊണ്ടുവന്ന് തിരിച്ചോണ്ട് പോയെന്ന്. മേലാൽ ഇമാതിരി നാറിയ പണിക്കൊന്നും എന്നെ പറഞ്ഞേക്കരുത്. പറഞ്ഞേക്കാം. ഓട്ടടാ, ചൂടാവാതെ. ഒന്നുമില്ലൊരു പെണ്ണല്ലേ. നിനക്കറിയില്ലേ മോളെ അവന്റെ സ്വഭാവം? പിന്നെ എന്തിനാ നീ? പോട്ടെ, സാരമില്ല, കരയാതെ. എക്സ്ക്യൂസ് മീ, ഒരു താങ്ക്സ് പറയാനാ വിളിച്ചത്. എനിക്ക് വാങ്ങിത്തന്ന സമ്മാനത്തിന്. നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന് അച്ഛൻ എന്നോട് സ്നേഹം കാണിച്ചതാ. എന്റെ അച്ഛന് വാത്സല്യം കൂടുമ്പോ ഇങ്ങനെയാ. ഇനി ഇതും കൂടി പറയണം. ചൂടായിട്ട് തന്നെ വേണമെങ്കിൽ സ്വന്തമായിട്ട് കുറെ കൂടി ചേർത്തോളൂ. ആരെയും അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ അച്ഛൻ കുടിച്ച് നശിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന് അച്ഛൻ എന്നോട് സ്നേഹം കാണിച്ചതാ. എന്റെ അച്ഛന് വാത്സല്യം കൂടുമ്പോ ഇങ്ങനെയാ. അയ്യോ, ഞാൻ വെച്ചില്ല. അത് പറ്റില്ല. ഒന്ന് മാറ്റരുതേ. ഹലോ, അതെ, ആരാ? നാഥനോ? ഏത് നാഥൻ? ഉച്ചയ്ക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടില്ലേ? എന്താ വേണ്ടത്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല. കുട്ടിയെ നേരിട്ടൊന്ന്. ആരാടേ? ഏതോ റോങ് നമ്പറാ. ഒരു കിങ് ഫിഷർ. ബ്രദർ, ഒരു സ്മോൾ എടുക്കട്ടെ. പാടാൻ നല്ല ഉഷാറായിരിക്കും. വെരി ഗുഡ് ടു സിംഗ്. വേറെ? യെസ് യെസ്. Yes, CA here. ഹലോ, ആരാണ്? ഹലോ, ആരാണ് റാസ്കൽ?
നീ പറഞ്ഞ സത്യമാണ്. അയാളൊരു ബോർണാണല്ലോ, തെറ്റ. ഇങ്ങനെയാണ് ഒരു തന്ത, അതും സ്വന്തം മാളോട്. അത് കേട്ടത് മുതൽ മനസ്സിനൊരു വല്ലാത്ത വിഷമം. ആ കുട്ടി എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇനി അയാൾ ബാറിലേക്ക് വരട്ടെ, ഞാൻ ബ്രാൻഡിയിൽ വല്ല ടിക്കൻറ്റി ഒഴിച്ചു കൊടുക്കും. നീ ഒരുത്തന ഇതിനെല്ലാം കാരണം. സമ്മതിച്ചു, ഞാൻ തന്നെ. പിന്നൊരു കാര്യം, നാളെ നീ ഇത് തന്നെ പറയണം, ഞാനാണ് കാരണക്കാരനെന്ന്. അളിയോ ഹേയ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഏ സാറില്ലേ? ഇല്ലല്ലോ. ഇത് ഇവിടെ തരാൻ ഏൽപ്പിച്ചതാ. ഇതെന്താ? ആരാ ഏൽപ്പിച്ചത്? ശ്രീനി, സാറിന്റെ ഫ്രണ്ടാ. കുട്ടിയല്ലേ അന്നിവിടെ വന്നത്? അല്ല, അതെ, ഞാനാ വന്നത്. നല്ല പണിയാ കാണിച്ചത്. നേരെ ചെന്ന് എന്റെ മോനെ വിളിച്ചു പറഞ്ഞു അല്ലേ? പാവം, അന്ന് എന്റെ മോക്ക് ശരിക്ക് കിട്ടി. അമ്മ ക്ഷമിക്കണം. സാറിന്റെ സ്വഭാവം എനിക്കറിയില്ലായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഇവിടുത്തെ കുട്ടിയുടെ പെരുമാറ്റം കണ്ടപ്പോ വല്ലാത്ത ദേഷ്യം തോന്നി. ആ വാശിക്ക് സാറിനോട് പറഞ്ഞതാ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് മകളാ ഇഷ്ടപ്പെടുക തന്റെ അച്ഛൻ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത് കാണാൻ? പ്രത്യേകിച്ച് എന്റെ മോന്റെ കാര്യം പറയുകയും വേണ്ട. കുടിച്ചാ പിന്നെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മേ, കുറച്ച് തണുത്ത വെള്ളം കിട്ടിയാൽ. ഇപ്പൊ കൊണ്ടുവരാം. ഇവിടുത്തെ കുട്ടിയുടെ പേര് ശാരദ എന്നല്ലേ? അല്ല, നിർമ്മല. ഓ, അത് ശരി. സെക്കൻഡ് പീഡിസിക്കല്ലേ പഠിക്കുന്നത്? നിർമ്മല കോളേജിൽ പഠിക്കുന്നില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞ പിന്നെ ഇപ്പൊ വേറെ എന്തിനോ പോകുന്നുണ്ട്. കമ്പ്യൂട്ടറോ അങ്ങനെ എന്തുവാ. മോൻ എന്താ ചോദിച്ചേ? എന്റെ കസിന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ശാരദ. ഞാൻ ഇതുവരെ ആ കുട്ടിയെ കണ്ടിട്ടില്ല. ഇൻസ്പെക്ടർ മകളാണെന്ന് മാത്രം അറിയാം. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ. കള്ളം, പച്ച കള്ളം. നീ കള്ളം പറയാ, എനിക്കറിയാം. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ പോട്ടെ. പൊയ്ക്കോ, ആവശ്യമുണ്ടെ വിളിക്കാം. താനാരോ? ഞാൻ നാഥൻ, കാരവൻ ഹോട്ടലിലെ പാട്ടുകാരൻ. സാറിനെ അവിടെ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓ, എന്താ ഇവിടെ? ഇത് തരാൻ വന്നതാ. എന്താ നോക്കമ്മേ? ഇതാരാണ്? ശ്രീനി, ഹോട്ടലിലെ ശ്രീനി. സാറിന്. ഓഹോ, ശ്രീനിയോ? എന്തിന്? അത് ആപ്പിള്. ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ. സാർ, ശ്രീനി അവിടെ ഇല്ല. ഒരു സ്ഥലം വരെ പോയിരിക്കാം. രാത്രിയിലേ വരൂ. ഹലോ, സെൻട്രൽ സ്റ്റേഷനല്ലേ? ഞാനാ CI ഗോപാലൻ നേരാണോ? ആ ക്രൈംബ്രാഞ്ച് SI ഉണ്ടോ അവിടെ? അയാളൊന്ന് അർജന്റായിട്ട് കിട്ടണമല്ലോ. ശരി, വന്നാ മതി. ഞാൻ ചിലപ്പോഴേ വരൂ. അത്യാവശ്യം കൊണ്ട് വീട്ടിൽ വിളിച്ചാൽ മതി. ഓക്കെ. ഞാൻ ഇറങ്ങട്ടെ സാർ. മോളെ,
Thank you.